ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജംഷീദ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നുള്ള ചില സൈനുകളാണ്. ഒരുപാട് പേര് വാട്സപ്പിലും അതുപോലെ തന്നെ ഫോൺ വിളിച്ചും എന്നോട് ചോദിക്കാറുണ്ട്, സർ, ഈ 111 എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? 222 എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? 333 എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? 444 എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? 555 എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ദ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്നൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അപ്രതീക്ഷിതമായി ഒരുപാട് തവണ 111 നിരന്തരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വേക്കപ്പ് കോളാണ്. നിങ്ങളുടെ ഏതോ ഒരു സ്വപ്നം മാനിഫെസ്റ്റ് ആകാൻ പോകുന്നു എന്നുള്ള യൂണിവേഴ്സിൽ നിന്നുള്ള സൈനാണത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുകൂടി യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു പക്ഷേ നിങ്ങൾ ക്ലോക്കിൽ സമയം നോക്കുന്ന സമയത്താകാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാഹനത്തിൻ്റെ നമ്പർ കാണുന്ന സമയത്താകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രൈസോ കോസ്റ്റോ ഒക്കെ കാണുന്ന സമയത്താവാം. ഇങ്ങനെ ഡിഫറെൻ്റ് വേകളിലൂടെ ഈ 111 എന്ന ഫിഗർ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു ലക്ഷ്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അത് നിങ്ങൾക്കുള്ളൊരു വേക്കപ്പ് കോളാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പേ അറ്റൻഷൻ. നമ്മൾ അറ്റൻഷൻ കൊടുക്കുക. നമുക്ക് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. ഇനി രണ്ടാമതായിട്ട് 222 എന്നാണ് നിങ്ങൾ നിരന്തരം അപ്രതീക്ഷിതമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസും സംഭവിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ സൈനാണ് 222 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ, അതല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നൽകാൻ, പുതിയ ഫ്രണ്ട്ഷിപ്പും പുതിയ ബന്ധങ്ങളുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന ഒരു സൈൻ കൂടിയാണ് 222 എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആവശ്യമുള്ള ആളുകളുണ്ടാവും. അതുപോലെ ചില ആളുകൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള തുക ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഒരാളെ അന്വേഷിച്ച് നടക്കുന്ന പല ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ലെവലിലുള്ള മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൻ്റെ സൈനും കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യത്യസ്തമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ സൈനുമാണ് ഈ 222 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് 222 കാണുന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് മാനിഫെസ്റ്റേഷൻ്റെ സൈനാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ 333 എന്നാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ബാലൻസിനെ സൂചിപ്പിക്കുന്നതാണ്. യൂണിവേഴ്സിൽ നിന്നും അതാണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. അഥവാ നിങ്ങളുടെ ലൈഫിൻ്റെ താളം എവിടെയൊക്കെയോ തെറ്റാൻ പോകുന്നു. സോ നമ്മൾ ആ സമയത്ത് വളരെയധികം അവെയർ ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് യൂണിവേഴ്സ് നമ്മൾക്ക് നൽകുന്നത്. ഇപ്പോൾ 333 നമ്മൾ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അവെയർ ആവണം. നമ്മുടെ ലൈഫിൻ്റെ ബാലൻസ് തെറ്റിപ്പോവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. സോ വളരെയധികം അവെയർ ആയിട്ട് കെയർഫുള്ളായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ഓരോ കാര്യങ്ങളും അഥവാ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഓരോ ആക്ഷൻ എടുക്കുമ്പോഴും നന്നായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 333 എന്ന് പറയുന്നത് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു സൈനൊന്നുമല്ല. അത് നമുക്ക് നൽകുന്നത് നമ്മുടെ ലൈഫിൻ്റെ ബാലൻസ് ക്ലിയർ ചെയ്യണം എന്നതാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നിരന്തരമായിട്ട് 444 എന്ന ഫിഗറാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹോം അതല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട മാനിഫെസ്റ്റേഷൻ്റെ സൈനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപക്ഷെ സ്ഥലം മാറാൻ, വീട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ പുതിയ ഫ്ലാറ്റുകൾ മേടിക്കാനുള്ള
ചാൻസ്, ഇങ്ങനെയൊക്കെയുള്ള സൈനുകളാണ് ഈ 444 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫാമിലി കൂടി ഞാൻ ഇതിൽ പറഞ്ഞു. ഫാമിലിയിൽ എന്താണ് സംഭവിക്കുക? ഒന്നുകിൽ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുക, അതല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞ് ജന്മമെടുക്കുക. ഇങ്ങനെ സന്തോഷകരമായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒക്കെ നടക്കുന്നതിൻ്റെ സൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 444 എന്നതിനെ കാണാം. വേണമെങ്കിൽ എന്നല്ല, 444 നിങ്ങൾ നിരന്തരമായി കാണുകയാണെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ള യൂണിവേഴ്സിൽ നിന്നുള്ള സൈനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ് പഠനങ്ങളിലും റിസർച്ചുകളിലും എല്ലാം കാണിക്കുന്നത്. ദെൻ ഇനി 555 എന്നാണ് നിങ്ങൾ നിരന്തരമായിട്ട് കാണുന്നതെങ്കിൽ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നതാണ്. യൂണിവേഴ്സ് നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്ന് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ നമ്മുടെ ഹാബിറ്റ്സിലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം. നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഒരു ഉയർച്ച ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നതിൻ്റെ സൈനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ ചിലപ്പോൾ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഒക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒന്ന് സ്വയം വിലയിരുത്തുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ട എന്തെങ്കിലും ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. പുതിയതായിട്ടുള്ള എന്തെങ്കിലും ശീലങ്ങൾ തുടങ്ങണമെങ്കിൽ അത് തുടങ്ങുക. ഡിസിപ്ലിനായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ചേഞ്ച് ആവശ്യമാണ് എന്നതിൻ്റെ ഒരു സൈനാണ് ഈ 555 എന്ന ഫിഗറിലൂടെ യൂണിവേഴ്സ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ 5 ഫിഗേഴ്സാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് 111, ഇതൊരു വേക്കപ്പ് കോളാണ്. ഇത് ഈ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു സ്വപ്നമോ ലക്ഷ്യമോ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വളരെയധികം അറ്റൻഷൻ കൊടുക്കുക. നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി സൂചിപ്പിച്ചത് 222. ഈ 222 എന്നുള്ളത് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലോ ഉള്ള മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. 333 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫിൻ്റെ ബാലൻസ് ആണ്. ആ സമയത്ത് നമ്മൾ വളരെയധികം അവെയർ ആവുക എന്നതാണ്. ദെൻ 444 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഹോം മാനിഫെസ്റ്റേഷൻ, അതല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷനാണ്. 555 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച്, നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് നിർബന്ധമാണ് എന്നുള്ളതിനുള്ള ഒരു സൈനാണ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഈ 5 ഫിഗേഴ്സും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എനിവേ, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന ജൂൺ 23-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് വെൽത്ത് മൈൻഡ് സെറ്റ് പ്രോഗ്രാം നടക്കുന്നു. ലൈവ് പ്രോഗ്രാമാണ്. നമ്മുടെ വാട്സപ്പ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പക്ഷേ വാട്സപ്പ് പ്രോഗ്രാമിൽ നിന്നും വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടിക്കൽ സെഷൻസും പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വെൽത്തിൻ്റെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണിത്. ഒരു 1 ഡേ പ്രോഗ്രാം എന്നതിനേക്കാൾ ഉപരി തുടർച്ചയായിട്ട് ഒരു 24 ഡേയ്സ് നിങ്ങൾക്ക് വാട്സപ്പ് ഗൈഡൻസ് കൂടി ലഭിക്കും. വളരെ ചെറിയൊരു കോസ്റ്റിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. തൃശ്ശൂരിൽ വെച്ചാണ് ജൂൺ 23-ാം തീയതി. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, കൂടുതൽ വിവരങ്ങൾ അറിയുക. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആ പ്രോഗ്രാമിൽ വെച്ച് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.